ദേ ഈ അടുത്ത് വന്നതിലേക്ക് ഏറ്റവും മികച്ചൊരു ന്യൂസ് ആയത് എല്ലാരും ഇരു കൈയും നീട്ടി സ്വീകരിച്ചോളൂ. അല്ല മാഷേ, ഈ പൊടി മക്കളെ തോൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാരെയും അങ്ങ് പാസ്സാക്കി കഴിഞ്ഞാൽ എന്താ ഇപ്പൊ കുഴപ്പം? എല്ലാരും ഫുൾ പാസ്സായാൽ എന്താ കുഴപ്പമെന്നല്ലേ? പഠിച്ചാലും ജയിക്കും, പഠിച്ചില്ലെങ്കിലും ജയിക്കും. പിന്നെ ആരെങ്കിലും പഠിക്കാൻ നിൽക്കുവോ? നമ്മളൊക്കെ പണ്ട് തോൽക്കുന്നു പേടിച്ചിട്ട് പഠിച്ചോരല്ലേ, അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചത്. അത് പക്ഷെ പഴയ കഥ. കഥകളൊക്കെ കാലത്തിനനുസരിച്ച് മാറണ്ടേ? ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇവിടെ എല്ലാവരെയും അങ്ങ് പാസ്സാക്കി വിട്ടിട്ട് ഇവിടെ എന്ത് കുഴപ്പം ഉണ്ടായത്? എന്ത് മോശം ഉണ്ടായത്? നമുക്ക് എന്തുണ്ടായിരുന്നു? 10ാം ക്ലാസ്സും +2ഉം ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞിട്ട് അക്ഷരത്തെറ്റില്ലാതെ ഒരു പേജ് പോലും മലയാളമോ ഇംഗ്ലീഷോ എഴുതാൻ പറ്റാത്ത വലിയൊരു വിഭാഗം ഉണ്ട് ഇപ്പൊ ഇവിടെ. ഫുൾ പ്രൊമോഷൻ തന്നെ ആയിരുന്നിരിക്കാൻ കാരണം. പഠിച്ചാലും ജയിക്കും, പഠിച്ചില്ലെങ്കിലും ജയിക്കും. പിന്നെ എന്തിനു പഠിക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. ഭൂഗോളത്തിന്റെ സ്പന്ദനം കണക്കിലൊന്നുമല്ല. പക്ഷെ ജീവിച്ചു പോണേ കുറച്ച് കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഒക്കെ പഠിക്കണം. എത്ര പേർക്ക് പഠിച്ചിറങ്ങുന്ന എത്ര പേർക്ക് ഇപ്പൊ കണക്കൊക്കെ കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ അറിയാമെന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. സത്യത്തില് രണ്ടാമതും ഒരേ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് തോൽക്കലല്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ അളവിൽ പഠിക്കാനുള്ള കഴിവുണ്ടാവുമോ? ചിലർ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പഠിക്കുക. അങ്ങനെയുള്ളവർക്ക് രണ്ടാമത് ഒന്നുകൂടി പഠിച്ച പാഠങ്ങൾ പഠിക്കാനുള്ള അവസരമാണ്. അതിനെ കഥയില്ലാത്ത ആരൊക്കെയോ തോൽവി എന്ന് വിളിച്ച് അപമാനിച്ചതാണെന്നേ. പിന്നെ ആ തോൽവി ആൾക്കാരങ്ങ് പേടിച്ചു. സത്യത്തിൽ ഇത് ഒന്നുകൂടി പഠിക്കാനുള്ള അവസരമല്ലേ? അത് വേണ്ടവർ ഉപയോഗപ്പെടുത്തട്ടെ. അതും കൂടിയല്ലേ ചോയ്സ് ജനാധിപത്യം എന്നൊക്കെ പറയുന്നേ. അതെ അതെ, തോൽവി അല്ല അല്ലെ. സത്യത്തില് പല കാരണം കൊണ്ടും പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒന്നുകൂടി പഠിക്കാനുള്ള അവസരമായിരുന്നു അല്ലേ. അതിനെ നമ്മളെല്ലാരും തോൽവി എന്ന് തെറ്റിദ്ധരിച്ചു. തോൽവി എന്ന് ആരൊക്കെയോ നമ്മുടെ തലയിൽ കുത്തി വെച്ച് തന്നുകൊണ്ട് തന്നെയാ, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കില്ലല്ലോ. എനിവേ, സാറ് പറഞ്ഞത് ശരിയാണ്. ഈ ജനാധിപത്യത്തിനപ്പുറം തുല്യനീതി എന്നൊക്കെ പറയുന്നത് ശരിക്കും തുല്യനീതി. ഫാസ്റ്റായി പഠിക്കുന്നവർ ഫാസ്റ്റായി പഠിച്ചു പോട്ടെ, സ്ലോ ആയി പഠിക്കുന്നവർക്ക് അതിനുള്ള അവസരം കൊടുക്കുമ്പോൾ ആയിരിക്കുമല്ലോ തുല്യനീതി വരുന്നുണ്ടാവുക. ശരിയാണ്, ശരിയാണ്.